ഹായ് ഓൾ, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മഷ്റൂം വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു രൂപത്തിൽ മുറിച്ചെടുക്കണം. അധികം കട്ടിയിൽ മുറിച്ചെടുക്കണ്ട, ഇതുപോലെ ആക്കിയാലാണ് കൂടുതൽ മസാലയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളക്കുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ വെന്ത് വരും. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ കൂണൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. അടുത്തതായി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണക്കാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെറിയ സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സവാളയിലേക്ക് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾ ഉപ്പ് കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഈ ഒരു പരുവത്തിൽ വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മുളക് പൊടി ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലപ്പൊടിയൊക്കെ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇത് കൂടെ ഒന്ന് ചൂടായി പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ മഷ്റൂം അതിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് റോസ്റ്റായി കിട്ടുമ്പോൾ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയം ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് നല്ലോണം മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ്. അധിക സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മഷ്റൂം പെപ്പർ റോസ്റ്റ് തയ്യാറായി വന്നിട്ടുണ്ട്.